വീഡിയോ ക്വാളിറ്റിയിലും ഓഡിയോ ക്വാളിറ്റിയിലും കാര്യമായിട്ട് ശ്രദ്ധ കൊടുക്കാത്തവരും കൊണ്ട് ഇന്ന് ഞാൻ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടിലോ നല്ല നമ്മളുടെ മൈക്ക് വെച്ചിട്ടോ അല്ല ഷൂട്ട് ചെയ്യണത്. ഇത് എൻ്റെ ഓൺ വോയിസ് ആണ്. ഇപ്പോൾ ചിലപ്പോൾ മഴയുടെ സൗണ്ട് ഉണ്ടാവും, ഫാനിൻ്റെ സൗണ്ട് ഉണ്ടാവും, അങ്ങനത്തെ ഒരുപാട് നോയ്സ് ഡിസ്റ്റർബൻസസ് ഉണ്ടാവും. പിന്നെ ഞാൻ മെയിൻലി ഇങ്ങനൊരു വീഡിയോ ഇടണമെന്നുണ്ടെങ്കിൽ ഞാൻ കിടന്നിട്ടാണ് എൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യണത്. ഇന്നത്തെ ദിവസത്തിനെ കുറിച്ച് രണ്ട് വാക്ക് എനിക്ക് പറയണമെന്ന് തോന്നി. സാധാരണ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശോകം ദിവസമായിരുന്നു. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, തലക്ക് പെരുത്ത് കയറുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം എന്നറിയില്ല. രാവിലെ എണീക്കാറുണ്ടായിരുന്നു സാധാരണ. രാവിലെ എന്ന് പറഞ്ഞാൽ അതിരാവിലെ ഒന്നുമല്ല കേട്ടോ, ഒരു 6:45 7:10 ഇടയിൽ എണീച്ചിട്ട് ഓടിപ്പഴഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു 8 മണിയുടെ ബസ് കയറി ഓഫീസിൽ പോയിട്ട് 8:30ക്കാണ് പഞ്ചിങ് ടൈം. 8:29 ആകുമ്പോഴത്തേനും പഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഒരു ദിവസം മാത്രമാണ് എന്തോ നേരം വൈകി പഞ്ച് ചെയ്തത്. നമുക്കൊരു മാസം 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. അതിനകത്ത് ഒരു ദിവസം മാത്രമാണ് നേരം വൈകി പഞ്ച് ചെയ്തിട്ടുള്ളത്. മാസം തുടങ്ങിയിട്ടുള്ളൂ, ബട്ട് സ്റ്റിൽ ഒരു ദിവസം മാത്രമാണ് ഇത്രയും ദിവസം പോയതിൽ, അതായത് ഈ ഒരു മാസത്തിൽ വൈകിട്ടുള്ളൂ. ഇത് ഒരു 2-3 മിനിറ്റ് അത്ര വൈകിട്ടുള്ളൂ. ഇന്നത്തെ ദിവസം ലീവ് എടുത്തതെന്ന് പറഞ്ഞെങ്കിൽ ഈ ഒരാഴ്ച, അതായത് തിങ്കളാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ച വരെ ഭയങ്കര വർക്കായിരുന്നു. തലക്ക് പ്രാന്ത് പിടിക്കാൻ വർക്കായിരുന്നു. കാരണം എന്ന് പറഞ്ഞെങ്കിൽ ചെറുപ്പത്തിൽ ഞാനൊക്കെ വിചാരിച്ചിരുന്നു കമ്പ്യൂട്ടറിന് മുമ്പിൽ നിന്ന്, അതായത് ലാപ്ടോപ്പിന് മുമ്പിൽ നിന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യണ വർക്ക് അതിനകത്ത് എന്തെന്നാ സ്ട്രെസ് എന്ന്. പക്ഷേ പൊന്നു മോനെ പെട്ട് പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ, അമ്മാതിരി വർക്കായിരുന്നു മനുഷ്യന്. ഓഹ്, തലവേദന പറഞ്ഞാൽ അമ്മാതിരി തലവേദന. അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എന്നെ സംബന്ധിച്ച് പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം ഒരുമാതിരി അല്ല, നമ്മുടെ വർഷങ്ങൾ ശേഷം പറഞ്ഞ പോലെ തേമ്പിയ ദിവസമായിരുന്നു. എന്തായിരുന്നു നിങ്ങളുടെ ഇന്നത്തെ ദിവസം? താഴത്ത് കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം. ഞാൻ മര്യാദക്കുള്ള വീഡിയോ ആയിട്ട് വരാം. കാരണം എന്ന് പറഞ്ഞാൽ ഇത് എനിക്ക് ജസ്റ്റ് പറയണമെന്ന് തോന്നി, അപ്പോൾ പറഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം. അതുവരെയും ഇറ്റ്സ് മീ അതിലാൻ. ബൈ.